സ്റ്റൈലിലുള്ള നമ്മുടെ ഈ പ്രോജക്റ്റ് പാലായിലെ പ്ലാഷനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 44 സെൻറ്റ് വരുന്ന വിശാലമായ പ്ലോട്ടിൽ 3290 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. US-ലുള്ള മിസ്റ്റർ ബിനോയ് ജോസഫിനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു US-ലുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ അവിടെയുള്ള വീടിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു വീടായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കൊളോണിയൽ സ്റ്റൈലാണ്. അതായത് നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കാണുന്ന വീടുകളുടെ അതേ എലമെൻസും അതേ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ ഇലവേഷൻ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും അതിനകത്ത് വൈറ്റും ഓഫ് വൈറ്റും അതുപോലെ തന്നെ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഒരു ഫിനിഷും ഒക്കെ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർച്ച് ഷേപ്പിലുള്ള വിൻഡോസ്, അതുപോലെ ഡോറിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം ആ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ അല്ലെ ഒരു യൂറോപ്യൻ സ്റ്റൈലിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവേ ഇതിൻ്റെ സീലിങ്സ് എല്ലാം ഒരു വൈറ്റ് കളറിൽ പ്ലെയിൻ ആയിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാളിലൊക്കെ ഓഫ് വൈറ്റ് കളറും, അതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് നമ്മൾ വെയിൻസ് കോട്ടിങ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വാളുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴത്തേന് ഇതിനൊരു കൊളോണിയൽ സ്റ്റൈലിൽ, നമ്മൾ ഈ കൊളോണിയൽ സ്റ്റൈലിൽ കാണുന്ന ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗി ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിലെ ഫർണിച്ചേഴ്സും കിച്ചൺ കബോർഡ്സും വാർഡ്രോബ്സും ഒക്കെ ഒരു സോളിഡ് വുഡിൽ തന്നെയാണ് മാക്സിമം ഏരിയകളും ചെയ്തിട്ടുള്ളത്. അതിനൊരു കോഫി ബ്രൗൺ കളർ വരുന്ന ഒരു ഫിനിഷിലാണ് ഇത് ത്രൂ ഔട്ട് ഇതിൻ്റെ ഫർണിച്ചേഴ്സും കബോർഡ്സും എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഡൈനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന പൂൾ ഏരിയയാണ് ഈ വീടിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നാട്ടിലെ സാധാരണ പൂളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ചുകൂടി ഒരു മിനിമൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ ഒരു പൂളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഏരിയയിൽ നിന്ന് ലാൻഡ്സ്കേപ്പിൽ നിന്നൊക്കെ ഉള്ള ഒരു വ്യൂവിൽ വരുമ്പോഴത്തേനും ഒരു വെസ്റ്റേൺ സ്റ്റൈല് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഒരു ആംബിയൻസുമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇത് ഏകദേശം ഒരു 44 സെൻറ്റ് വരുന്ന പ്ലോട്ടാണ്. വെസ്റ്റ് ഫേസിങ് ആയിട്ടാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഈ ബിനോയ് ചേട്ടനുള്ള ഒരു മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലോൺ ഏരിയ ഫ്രണ്ടിൽ വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീടിനെ പ്ലോട്ടിൽ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 30 മീറ്ററോളം വീടിൻ്റെ ഫ്രണ്ട് ബൗണ്ടറിയിൽ നിന്ന് പുറകോട്ട് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. പുറകിൽ ഏകദേശം 4 മീറ്റർ സെറ്റ് ബാക്കും മുന്നിൽ ഏകദേശം 30 മീറ്റർ സെറ്റ് ബാക്കും വരുന്ന രീതിയിലാണ് ഈ വീടിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഈ ഫ്രണ്ടിൽ കിട്ടിയിട്ടുള്ള മാക്സിമം സ്ഥലവും അത്രയും വിശാലമായ സ്പേസും നമ്മൾ ലോണായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ മിനിമലായിട്ടുള്ള മരങ്ങൾ, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മരങ്ങൾ നിലനിർത്തി, അല്ലാതെ ഒരുപാട് ചെടികൾ വെക്കുന്ന രീതിയിലേക്കുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അവിടെ ചെയ്തിട്ടില്ല. അതേസമയം പേൾ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിട്ട് നല്ല വിശാലമായ പുൽ മൈതാനം കിടക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഈ വീടിൻ്റെ ഒരു കൊളോണിയൽ സ്റ്റൈലിനെ അതിന് ഒരു മാക്സിമം ഭംഗി കൊണ്ടുവരാനായിട്ട് സഹായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട് ഈ രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്ലയൻ്റ് എന്ന നിലയിൽ ബിനോയ് ചേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ബിനോയ് ചേട്ടൻ US-ൽ പ്രിസിഷൻ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഡിസൈൻ ഫേസിലായാലും അതുപോലെ തന്നെ എക്സിക്യൂഷൻ്റെ സമയത്തായാലും അദ്ദേഹം തരുന്ന ഇൻപുട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്.